When Eight Bells Toll by Alistair MacLean. എല്ലാവർക്കും നമസ്കാരം. Chapter 4, Wednesday, 3:30 AM to dusk. പുലർച്ചെ 3:30 മണിക്ക് കാൽവർട്ടനെ ഹൺസ്ലെറ്റ് വിളിച്ചുണർത്തി ഒരു ഗ്ലാസ് ചായ കൊടുത്തു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹൺസ്ലെറ്റ് പറഞ്ഞു, രാത്രി 12 മണിക്ക് ഞാൻ ചീഫിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് താങ്കളുടെ ഈ ഹെലികോപ്റ്റർ സെർച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ്. കാൽവർട്ട് പറഞ്ഞു, ഒരു ശ്രമം മാത്രം, എനിക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റബ്ബർ ഡിങ്കി ബോട്ട് കപ്പലിൽ നിന്ന് താഴേക്ക് ഇറക്കി. അതിൽ കാറ്റ് നിറച്ചു. കാറ്റ് നിറയ്ക്കാൻ ഉപയോഗിച്ച പമ്പും അദ്ദേഹം ആ ബോട്ടിൻ്റെ അകത്ത് വെച്ചു. മോട്ടോർ ഫിറ്റ് ചെയ്തില്ല. പിന്നീട് അദ്ദേഹം റേഡിയോ സെറ്റിരിക്കുന്ന എൻജിൻ ക്യാബിൻ തുറന്നു. അതിൻ്റെ അകത്തുനിന്ന് 2 പിസ്റ്റൾസ് പുറത്തെടുത്തു. അതിൽ വലുത് അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലും ചെറുത് കോട്ടിൻ്റെ പുറകെയുള്ള രഹസ്യ പോക്കറ്റിലും വെച്ചു. അതിനുശേഷം ആ ബോട്ട് തുഴഞ്ഞ് അദ്ദേഹം മർബേ ഐലൻഡിലേക്ക് പോയി. തലേ ദിവസം അദ്ദേഹം ചീഫിനോട് ഹെലികോപ്റ്റർ വരുത്തണം എന്നാവശ്യപ്പെട്ട മണൽ തുരുത്ത്, ഐലൻഡിൻ്റെ മറുവശത്താണ് വാസ്തവത്തിൽ ആ മണൽ തുരുത്ത്. ഇവരുടെ ഹാർബറിൽ നിന്ന് അവിടെ എത്തുന്ന ഭാഗം എന്ന് പറയുന്നത് കാടും കുണ്ടും കുഴികളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. കാടുള്ള ഭാഗത്ത് അദ്ദേഹം ഡിങ്കി ബോട്ട് അടുപ്പിച്ചു. അതിൻ്റെ കാറ്റ് കളഞ്ഞു. അതിനുശേഷം ആ പമ്പും അതും വളരെ ബുദ്ധിമുട്ടി കരയിലേക്ക് വലിച്ചു കയറ്റി. കാരണം കരയും കടലും തമ്മിൽ കുറച്ച് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അതൊരു ഭാഗത്ത് ഒളിച്ചു വെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ റിസ്റ്റ് വാച്ചിലെ കമ്പസ് നോക്കി ദിശ മനസ്സിലാക്കി മുന്നോട്ട് നടന്നു തുടങ്ങിയപ്പോഴാണ് ബുദ്ധിമുട്ടുകളും മനസ്സിലാവുന്നത്. പല സ്ഥലത്തും അദ്ദേഹം മരങ്ങളിൽ ചെന്ന് ഇടിക്കുന്നുണ്ട്. കാരണം അത്രയും ഇരുട്ടാണ്, ശക്തമായ മഴയും. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഴികളിൽ വീഴും. പക്ഷേ ടോർച്ച് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം പരിസരത്ത് നിരീക്ഷകരുണ്ടാവും എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് അദ്ദേഹം മുന്നോട്ട് നടന്നു. വീഴ്ചയും കൂട്ടിയിടിയും ഒക്കെയായി ഏകദേശം 1 മണിക്കൂർ നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൂരെ ആ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് അവിടെ എത്തിയില്ലെങ്കിൽ ഹെലികോപ്റ്റർ വന്ന് അദ്ദേഹത്തെ കാണാതെ മടങ്ങിപ്പോകും എന്നൊരു തോന്നലുണ്ടാകും. അദ്ദേഹം ഓടാൻ തുടങ്ങി. ഓടുമ്പോൾ ഈ കൂട്ടിയിടിയും കുഴിയിലേക്കുള്ള വീഴ്ചയൊക്കെ കൂടുതൽ ഭയങ്കരമായിരിക്കും. ഏകദേശം ആ മണൽത്തുരുത്ത് എത്തുന്ന ഒരു ഘട്ടമെത്തി. ആ സമയത്ത് ആ മണൽത്തുരുത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു വലിയ ഇറക്കമാണ്. ആ ഇറക്കത്തിലൂടെ അദ്ദേഹം വീണു. അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ഗ്രിപ്പും ഇല്ലാതെ ഉരുണ്ട് താഴേക്ക് പോവുകയാണ്. മണൽത്തുരുത്തെത്തി അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു മഗ്നീഷ്യം ഫ്ലെയർ എടുത്തു, കത്തിച്ചു. അത് ആ പൈലറ്റിനുള്ള സിഗ്നലായിരുന്നു. പൈലറ്റ് അതിനിടയിൽ മുകളിലെത്തി ഏകദേശം ലൊക്കേഷൻ അനുസരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൈലറ്റ് ഹെലികോപ്റ്റർ താഴെ ഇറക്കി, എൻജിൻ ഓഫ് ചെയ്തു. കാൽവർട്ട് അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, കാൽവർട്ടല്ലേ? കാൽവർട്ട് പറഞ്ഞു, അതെ. താങ്കളുടെ ഐ ഡി പ്രൂഫോ? അതെ, എനിക്കിത് താങ്കളാണെന്ന് ബോധ്യപ്പെടണമല്ലോ. കാൽവർട്ട് ചോദിച്ചു, താങ്കളൊരു മിലിറ്ററിയുടെ ഭാഗമല്ലേ? ഒരു എയർഫോഴ്സ് പൈലറ്റ് അല്ലേ? ഒരു സീക്രട്ട് ഏജൻറ്റ് എപ്പോഴും ഐ ഡി പ്രൂഫ് കയ്യിൽ കൊണ്ട് നടക്കും എന്നാണോ താങ്കൾ വിചാരിച്ചിരിക്കുന്നത്? എവിടെയെങ്കിലും വെച്ച് ശത്രുക്കളുടെ പിടിയിൽപ്പെട്ടാൽ അപ്പോൾ അവർക്ക് മനസ്സിലാവണം ഇത് സീക്രട്ട് ഏജൻ്റാണെന്ന്. അങ്ങനെയാണോ ഒരു സീക്രട്ട് ഏജൻറ്റ് പ്രവർത്തിക്കുക? എൻ്റെ അടുത്ത് വളരെ കെയർഫുള്ളായിരിക്കണമെന്ന് എൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളാണ് ഇതിൽ കയറുന്നത് എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. കാൽവർട്ട് പെട്ടെന്ന് പറഞ്ഞു, വൈകുന്നേരം ആകുമ്പോൾ ടെർമിനേഷൻ ലെറ്റർ കയ്യിൽ കിട്ടും, അപ്പോൾ ഉറപ്പാവുമോ? പൈലറ്റ് ഒന്ന് ഞെട്ടി. അത്രയും അയാൾ പ്രതീക്ഷിച്ചില്ല. കാൽവർട്ട് അകത്തേക്ക് കയറി സീറ്റിലിരുന്നതിന് ശേഷം ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഇങ്ങോട്ട് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ? പൈലറ്റ് പറഞ്ഞു, കടലിൽ ഇന്നലെ രാത്രി റോസ്മേരി എന്നൊരു ബോട്ട് മുങ്ങുന്നു എന്നൊരു ഡിസ്ട്രസ് സിഗ്നൽ റേഡിയോ വഴി കിട്ടിയിട്ടുണ്ട്.
അതിൻ്റെ സെർച്ചിനായിട്ടാണ് വന്നത്. താങ്കൾ ആ സെർച്ച് പാർട്ടിയുടെ ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാൽവർട്ട് പറഞ്ഞു, എന്നാ അങ്ങനെ ഒരു ബോട്ട് ഇവിടെ ഇല്ല. ഇല്ലേ? അപ്പോൾ റേഡിയോയിൽ കേട്ട ന്യൂസ് അത് പൊടിപ്പിച്ചത് ഞാനാണ്. പൈലറ്റ് അത്ഭുതത്തോടെ കാൽവർട്ടിനെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, താങ്കളപ്പോൾ വെറുതെ പറഞ്ഞല്ല വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ ജോലി പോകുമെന്ന്. കാൽവർട്ട് ഒന്ന് ചിരിച്ചു. ഉടനെ പൈലറ്റ് ശാന്തനായി പറഞ്ഞു, സോറി സാർ. സ്കോട്ട് വില്യംസ് അവർ തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്തു. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പൈലറ്റ് ഒരു വലിയ ഹെഡ്ഫോൺസ് എടുത്ത് കാൽവർട്ടിന് കൊടുത്തു. അദ്ദേഹം ആ രീതിയിലൊന്ന് തലയിൽ വെച്ചിട്ടുണ്ട്. കാൽവർട്ട് ചോദിച്ചു, ഇതെന്തിനാ? പൈലറ്റ് ചോദിച്ചു, താങ്കൾ ആദ്യമായിട്ടാണോ ഹെലികോപ്റ്ററിൽ കയറുന്നത്? അതെ. ആ, ഇതിൻ്റെ അകത്ത് വിമാനം പോലെയല്ല, ഭയങ്കര ശബ്ദമായിരിക്കും. വെച്ചില്ലെങ്കിൽ ഇയർ ഡ്രം പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ കാൽവർട്ട് അത് വെച്ചു. ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. വളരെ ശക്തമായ ശബ്ദം കാൽവർട്ടിൻ്റെ ചെവിയിലേക്ക് അടിക്കുകയാണ്. കാൽവർട്ട് അല്ലിച്ച് ഈ ഹെഡ്ഫോണൊന്നും വെച്ചിട്ടപ്പോൾ ഒരു കാര്യമില്ല, ഇയാൾ വെറുതെ പറഞ്ഞാണ്. ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിൽ കാൽവർട്ട് മെല്ലെ ഇടതു ഭാഗത്തെ ഹെഡ്ഫോൺസ് ഒന്ന് നീക്കി നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ കേൾക്കുന്ന ശബ്ദമല്ല ശരിയായ ശബ്ദം. ഹെഡ്ഫോൺസ് വച്ചില്ലെങ്കിൽ ഇയാൾ പറഞ്ഞ പോലെ ഇയർ ഡ്രം പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പൊങ്ങുന്നതിനിടയിൽ പൈലറ്റ് ചോദിച്ചു, എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്? അറ്റ്ലാന്റിക് ഓഷനിൽ നദികൾ വന്നിറങ്ങുന്ന അഴിമുഖങ്ങൾ, അത്തരം ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം ആ നദിയെ ഫോളോ ചെയ്ത് പോകണം. അതിലെവിടെയെങ്കിലും ഒരു വലിയ ബോട്ട് നങ്കൂരോട്ടിരിക്കുക, അല്ലെങ്കിൽ കരയിലെവിടെയെങ്കിലും അത്തരം ഒരു ബോട്ട് നിർത്താനുള്ള സൗകര്യമുള്ള ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഇറങ്ങണം. പൈലറ്റ് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഇത് ഒരു ദിവസത്തെ പരിപാടിയാണെന്നാണ്. താങ്കൾ ഈ പറഞ്ഞത് കേട്ട് ഒരു മാസമെങ്കിലും വേണ്ടി വരുമല്ലോ. കാൽവർട്ട് ഒന്ന് ചിരിച്ചു. അതിൽ ചില കാര്യങ്ങളുണ്ട്. ജനവാസ കേന്ദ്രങ്ങൾ, ഫിഷിംഗ് ഹാർബേഴ്സ്, അത്തരം സ്ഥലങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം. കൂടുതൽ ആൾക്കാരില്ലാത്ത സ്ഥലങ്ങൾ, വളരെ ഒഴിഞ്ഞ തുരുത്തുകൾ, അവിടെയൊക്കെയാണ് നമുക്ക് പ്രധാനമായും നോക്കേണ്ടത്. അത്തരം ഒരുപാട് സ്ഥലങ്ങൾ അവർ കണ്ടു. അവിടെയെല്ലാം അവർ ലാൻഡ് ചെയ്തു. അതിൽ മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിലും കാണുന്ന ബിൽഡിങ്ങുകളിലൊന്നും ആൾ താമസമില്ല. ബിൽഡിങ്ങുകളെല്ലാം തുരുമ്പും ചെതലും അങ്ങനെയുള്ള പല കാരണങ്ങളാൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം വലിയ ബോട്ട് ഷെഡുകളുണ്ട്. ആ ബോട്ട് ഷെഡിൻ്റെ അകത്തും തുരുമ്പിച്ച് നശിച്ച് കഴിഞ്ഞ രീതിയിലുള്ള ബോട്ടുകൾ കാണാം. കാൽവർട്ട് അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്, അവിടെയൊക്കെ പണ്ട് ആരൊക്കെയോ താമസിച്ചിരുന്നു. പിന്നീട് ഒന്നുകിൽ അവരവിടെ വിട്ടുപോയി, അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാർ അവിടെ നിന്ന് വിട്ടുപോയി. അതോടെ അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ചില ഭാഗങ്ങളിൽ കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിയുമ്പോൾ നദി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ രൂപത്തിലേക്ക് വരുന്നു. പിന്നെ അവർ കൂടുതൽ മുന്നോട്ട് പോവില്ല, കാരണം ആ വഴി കൂടെ ബോട്ട് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ പൈലറ്റ് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, അതായത് ഞാൻ കുറേ കാലമായി, ഏകദേശം 2 വർഷത്തോളമായി ഈ ഭാഗത്തൊക്കെ സെർച്ച് ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന ആളാണ്. ഇത് ഒരു പ്രത്യേകതരം മണ്ണ് പൊടിച്ച് വളരെ നൈസ് പൊടിയാക്കി ടൂത്ത് പേസ്റ്റ് കമ്പനിക്ക് കൊടുക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. വർഷങ്ങളായി അത് പ്രവർത്തിക്കാതെ കിടക്കുകയാണ്. ഏതായാലും അവിടെയും പരിസരത്തും ഒന്നും ആരും കാൽവർട്ട് അന്വേഷിക്കുന്ന രീതിയിൽ ഇല്ല എന്ന് അവർ മനസ്സിലാക്കി. വീണ്ടും മുന്നോട്ട് പോയ സമയത്ത് കണ്ട ഒരു പ്രത്യേക ഭാഗം ലാൻഡ് ചെയ്യണം എന്ന് കാൽവർട്ട് ആവശ്യപ്പെട്ടപ്പോൾ പൈലറ്റ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെയുള്ള ആൾ ഈ പ്രദേശത്ത് എല്ലാവർക്കും അറിയാം, എനിക്ക് നേരിട്ടും അറിയാം. കാൽവർട്ട് ചോദിച്ചു, അതാരാ? അയാൾ ഒരു ഓസ്ട്രേലിയനാണ്. ഈ ദ്വീപും പരിസര പ്രദേശങ്ങളും ഇപ്പോൾ അയാളുടെ സ്വന്തമാണ്. ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ അയാളുടേതായിട്ട് ഇവിടെയൊക്കെ ഉണ്ട്. ഒരുപാട് അസിസ്റ്റൻസും ഉണ്ട്. എല്ലാം ലീഗലാണ്. ഈ പ്രദേശത്തെ മീൻപിടുത്തക്കാർക്കും അതുപോലെ പോലീസ് ഓഫീസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്കും ഞങ്ങളെപ്പോലുള്ള എയർഫോഴ്സിൻ്റെ ടീമിനും എല്ലാം വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ്. അയാളുടെ പേര് ടിം ഹച്ചിൻസൺ. വളരെ വലിയൊരു ശരീരമുള്ള
അതിനനുസരിച്ച് ശാരീരിക ശക്തിയുള്ള ഒരു മനുഷ്യൻ. ഇത്രയും പൈലറ്റ് പറഞ്ഞ് മനസ്സിലാക്കി അതോടെ അവിടെ ലാൻഡ് ചെയ്യണ്ട എന്നവർ തീരുമാനിച്ചു. വീണ്ടും മുന്നോട്ട് നീങ്ങിയ കാൽവർട്ടിൻ്റെ കണ്ണിൽപ്പെട്ട മറ്റൊരു സ്ഥലം അവിടെ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത് വിമാനത്തിന് പുറത്തേക്ക് ഇറങ്ങിയ കാൽവർട്ട് കണ്ടത് ഏകദേശം 60 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നേരെ ഒരു റൈഫിളും ചൂണ്ടി നിൽക്കുന്നു. കാൽവർട്ട് പറഞ്ഞു, ഇവിടെ കാണാതെ പോയ റോസ്മേരി എന്ന ബോട്ട് തേടി വന്ന സെർച്ച് ടീമിൻ്റെ മെമ്പറാണ് ഞാൻ, പേര് ജോൺസൺ. അയാൾ പറഞ്ഞു, ബോട്ട് കാണാതെ പോകുന്ന കടലിലല്ലേ, ഇവിടെ വന്നതിനാ? ഇത് ഡൊണാൾഡ് മക് ഈച്ചൺ എന്ന എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇവിടെ മറ്റുള്ളവർ വരാൻ പാടില്ല. കാൽവർട്ട് പിന്നെ അധികമൊന്നും സംസാരിക്കാതെ ഹെലികോപ്റ്ററിലേക്ക് കയറി. ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ പൈലറ്റ് ചോദിച്ചു, താങ്കൾ എന്താണ് അവിടെ കൂടുതൽ സെർച്ച് ചെയ്യാതിരുന്നത്? അയാളൊരു മാനസിക സമ്മർദ്ദത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. മറ്റാരോ അയാളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. വേറെ ഒരു രഹസ്യ ഭാഗത്തിരുന്ന് അയാൾക്ക് നേരെ ആരോ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി? അയാൾ ആ ഗണ്ണിൻ്റെ സേഫ്റ്റി കാച്ച് പോലും റിലീസ് ചെയ്യാതാണ് എനിക്കെതിരെ തോക്കും പിടിച്ചു തന്നിരുന്നത്. വേണ്ടി വന്നിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് അയാളുടെ നിന്ന് തോക്ക് എനിക്ക് പിടിച്ചു വാങ്ങിക്കാമായിരുന്നു. പക്ഷേ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. അടുത്ത സ്ഥലത്ത് സംശയം തോന്നി ലാൻഡ് ചെയ്ത കാൽവർട്ട് കാണുന്നത് ഒരു വലിയ ബോട്ടും ഏതാനും ടെൻറ്റുകളും. ആ ടെൻറ്റുകളിൽ നിന്ന് ചില മനുഷ്യർ അദ്ദേഹത്തിനോട് വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ അടുത്തേക്ക് വന്നു. അപ്പോൾ കാൽവർട്ടിന് മനസ്സിലായി ഇത് താൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആൾക്കാരല്ല. കാൽവർട്ട് പറഞ്ഞു, ഞാൻ ജോൺസൺ, കാണാതെ പോയ റോസ്മേരി എന്ന കപ്പലന്വേഷിച്ചിറങ്ങിയ സെർച്ച് ടീമിലെ മെമ്പറാണ്. അതിലൊരു വ്യക്തി വളരെ ഫ്രണ്ട്ലിയായി അടുത്ത് വന്നു ഷേക്ക് ഹാൻഡ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു മറൈൻ ബയോളജിക്കൽ റിസർച്ചിനിറങ്ങിയ ടീമാണ്. ഞങ്ങളുടെ കപ്പൽ ഇന്നലെ ഒരു ചെറിയ ആക്സിഡൻറ്റിൽപ്പെട്ടു. അതിൻ്റെ അടിയിൽ ഒരു ഹോള് ഫോം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ അടുപ്പിച്ച് കാണും. അതിൻ്റെ പണി കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് പോകും. കാൽവർട്ട് ചോദിച്ചു, ഏത് യൂണിവേഴ്സിറ്റി? ഓക്സ്ഫോർഡ്. താങ്കളുടെ ബോട്ടിൽ റേഡിയോ സെറ്റില്ലേ? അവർ പറഞ്ഞു, റിസീവറുണ്ട്, ട്രാൻസ്മിറ്റർ ഇല്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. ഓ, ആവശ്യമില്ല. വീണ്ടും ഒരു സ്ഥലത്ത് കാൽവർട്ട് ആവശ്യപ്പെട്ടതിനനുസരിച്ച് പൈലറ്റ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. പക്ഷേ ശക്തമായ കാറ്റ് കാരണം അവർ വിചാരിച്ച ഭാഗത്തല്ല ലാൻഡ് ചെയ്തത്. കടലിനോട് തൊട്ടടുത്ത് ആ ദ്വീപിൻ്റെ ഒരു ഭാഗത്താണ് ലാൻഡ് ചെയ്തത്. അവിടെ നിന്ന് ആ കെട്ടിടത്തിൻ്റെ നേരെ നടന്ന കാൽവർട്ട് ഒരു ചുമരിൻ്റെ അപ്പുറം തിരിഞ്ഞതും കാണുന്നത് ഒരു പെൺകുട്ടി അയാളെ ഇങ്ങനെ വിചിത്രമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കാൽവർട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജോൺസൺ റോസ്മേരി എന്ന ബോട്ട് തിരഞ്ഞു വന്ന സെർച്ച് ടീമിൻ്റെ മെമ്പറാണ്. ആ കുട്ടി ചോദിച്ചു, താങ്കളുടെ ഹെലികോപ്റ്ററിന് എഞ്ചിൻ ട്രബിളോ മെക്കാനിക്കൽ ട്രബിളോ ഉണ്ടോ? ഇല്ല. എന്നാൽ വേഗം അവിടെ നിന്ന് പൊക്കോളണം. ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് ലാൻഡാണ്. ഡൊണാൾഡ് മക് ഈച്ചണിൻ്റെ മോളാണോ എന്ന് വരെ കാൽവർട്ടിന് ആ സമയത്ത് തോന്നിപ്പോയി. പക്ഷേ പൈലറ്റ് പറഞ്ഞിരുന്നു ആ ദ്വീപിൻ്റെ ഉടമസ്ഥൻ പ്രഭുവാണ്, ലോർഡ് ക്രിക്സൈഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാത്രമല്ല അവിടെ പരിസരം വീക്ഷിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി ധാരാളം ആടുമാടുകളും കന്നുകാലികളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണത്, അതിനെയൊക്കെ പരിപാലിക്കുന്നുണ്ട് അവർ എന്നെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. കാൽവർട്ട് ചോദിച്ചു, നിന്റെ അച്ഛനില്ലേ ഇവിടെ? ആ കുട്ടി വളരെ ഗൗരവത്തിൽ ചോദിച്ചു, എൻ്റെ അച്ഛനാ, കണ്ടിട്ട് എന്ത് വേണം? അതായത് ലോർഡ് ക്രിക്സൈഡ്. പെട്ടെന്ന് പുറകുന്നൊരു ശബ്ദം കേട്ടു, ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ലോർഡ് ക്രിക്സൈഡ്. കാൽവർട്ട് തിരിഞ്ഞു നോക്കി. ഏകദേശം 60 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യൻ. ഡൊണാൾഡ് മക് ഈച്ചറിനെ പോലല്ല, വളരെ സൗഹാർദ്ദപരമായി അടുത്ത് വന്നു ഷേക്ക് ഹാൻഡ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാനും എൻ്റെ മോളും ജേർണലിസ്റ്റുകളെ ഇഷ്ടപ്പെടുന്നില്ല.
കാൽവർത്ത് പറഞ്ഞു, ഞാൻ ജേർണലിസ്റ്റ് അല്ല, ഞാൻ റോസ്മേരി ബോട്ടിൻ്റെ സെർച്ച് ടീമിൻ്റെ ഭാഗമാണ്. ഓ അത് ശരി, ഞാൻ ഇന്നലെ റേഡിയോയിൽ കേട്ടിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഞാനും എൻ്റെ കുറച്ച് ആൾക്കാരും കൂടി ഇവിടെയൊക്കെ അന്വേഷിച്ചു, പക്ഷേ ഞങ്ങൾക്ക് എൻ്റെ ട്രേസൊന്നും കിട്ടിയില്ല. കാൽവർത്ത് പറഞ്ഞു, താങ്ക് യു, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ആയിരിക്കട്ടെ, എന്താണ് താങ്കൾക്ക് ഈ ജേർണലിസ്റ്റുകളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്? അത് മിസ്റ്റർ ജോൺസൺ, ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ഇടയ്ക്ക് ഒരു ട്രാജഡി ഉണ്ടായി. കാൽവർത്ത് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുകയാണ് ആ മനുഷ്യനെ. എൻ്റെ മകൻ ജോനാഥനും അവൻ്റെ സുഹൃത്ത് ജോൺ റോളിൻസിനും ഞങ്ങളുടെ ഒരു ചെറിയ വിമാനം തകർന്ന് മരിച്ചുപോയി. ജോണാണെങ്കിൽ ഇവിടെ വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു. കാൽവർത്ത് അല്പം സഹതാപത്തോടെ ആ കുട്ടിയെ നോക്കി. ക്രിസ്ത്യൻ തുറന്നു. അതിനുശേഷം ഇവിടെ കുറേ ജേർണലിസ്റ്റുകളുടെ ശല്യമായിരുന്നു. അവസാനം ഞങ്ങൾ കാണുന്നവരെയൊക്കെ ഇവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു വിടുമായിരുന്നു. താങ്കളുടെ ഹെലികോപ്റ്റർ കണ്ടപ്പോൾ അവൾ ആ രീതിയിൽ തെറ്റിദ്ധരിച്ചു. അതാണ് അവൾ അങ്ങനെ പെരുമാറിയത്. ആയിരിക്കട്ടെ, നമുക്ക് ഓരോ ഡ്രിങ്ക്സ് കഴിച്ചാലോ? കാൽവർത്ത് പറഞ്ഞ ആഗ്രഹമുണ്ട്, പക്ഷേ നേരെ ഇരുട്ടി വരുന്നു. അതിനു മുമ്പ് ഇനിയും കുറച്ച് സ്ഥലങ്ങളിൽ നോക്കാമെന്ന് വിചാരിക്കുന്നു. അതിനിടയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഗത്തുനിന്ന് കടലിലേക്ക് നോക്കിയ അദ്ദേഹം ആ ഓക്സ്ഫോർഡ് ബോട്ട് കടലിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒന്നും മിണ്ടാതെ ചെന്ന് ഹെലികോപ്റ്ററിൽ കയറി. ആ സമയത്ത് പൈലറ്റ് പറഞ്ഞു, ഇനി നമുക്ക് ഫ്യുവൽ കുറവാണ്, കൂടുതൽ ദൂരം പോകാൻ പറ്റില്ല. കാൽവർത്ത് പറഞ്ഞു, ഇനി നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ തിരിച്ചുപോയി അവർ ടോർബേ ഐലൻഡിൻ്റെ ആ മണൽ തുരുത്തിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. പൈലറ്റ് ലാൻഡിംഗ് ലൈറ്റ് ഓൺ ചെയ്യുന്നതിനുള്ള സ്വിച്ചിലേക്ക് കൈ നീക്കി. പക്ഷേ ആ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് താഴെ നിന്ന് അതിശക്തമായൊരു വെളിച്ചം കാൽവർത്തും പൈലറ്റും കാണുകയാണ്. അതൊരു സബ്മെഷീൻ ഗണ്ണിൻ്റെ ഫയറിംഗ് ആയിരുന്നു. തൊട്ടടുത്ത നിമിഷം പൈലറ്റ് വെടിയേറ്റ് വീണു. വെളുത്ത ഡ്രസ്സിലെ രക്തം ഒലിച്ചിറങ്ങുന്നത് വ്യക്തമായ ഇരുട്ടിലും കാൽവർട്ടിന് കാണാൻ കഴിഞ്ഞു. കാൽവർട്ട് പെട്ടെന്ന് അടിയിലേക്ക് കുനിഞ്ഞു. കുനിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോട്ടിൽ തട്ടി ഒരു ബുള്ളറ്റ് കടന്നുപോയി. യാതൊരു കൺട്രോളും ഇല്ലാതെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. അത് അതിവേഗതയിൽ ചെന്ന് അറ്റ്ലാന്റിക് ഓഷനിലേക്ക് വീണു.